എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർസി ഗാർഡനിലേക്ക് സ്വാഗതം. ഇപ്പം തമ്പനിയിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ എന്താന്ന്. ഞാനിവിടെ നിങ്ങളെ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ വീഡിയോസിലും കാണുന്നവർക്കറിയാം, വലിയൊരു ആലോവേര ദേ ഇതിനകത്ത് നിന്നത് അത് തിങ്ങി നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് എന്ത് ചെയ്തു, അതെടുത്തൊന്ന് റീപ്പോർട്ട് ചെയ്തു. അപ്പം റീപ്പോർട്ട് ചെയ്ത വശം ഞാൻ ഓർത്തു വെറുതെ റീപ്പോർട്ട് ചെയ്യാതെ അതിൻ്റെ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ പ്ലാന്റ് കിടപ്പുണ്ട്. അപ്പം അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം, എങ്ങനെ നല്ല രീതിയിൽ റീപ്പോർട്ട് ചെയ്യാന്നുള്ളത് കാണിക്കുക എന്നുള്ള ഒരു വിചാരം അന്നേരമാണ് ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്ത് കിട്ടേക്കാന്ന്. ഉപകാരമുള്ള ആർക്കെങ്കിലും അത് ഉപകാരമായാലോ, താല്പര്യമുള്ളവർക്ക്. അപ്പം നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കറ്റാർവാഴ നമ്മൾ എടുത്തു കഴിയുമ്പോഴേ ഇതുപോലെ ഇത്രയും നീളത്തിൽ ഈ വേര് കാണും. അപ്പം നമ്മൾ ഓർക്കും ഇത് ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന്. ഇതൊരിക്കലും ഇങ്ങനെ വെക്കരുത് കേട്ടോ. ഇവനത് ഇവിടെ കൊണ്ടങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇത്രയും കളഞ്ഞത് ഈ കേടായ എല്ലാം പറിച്ചങ്ങ് കളഞ്ഞേക്കണം. ഇങ്ങനെ വെച്ചാലും നമ്മുടെ കറ്റാർവാഴ അടിപൊളിയായിട്ട് വരും. ഇപ്പം വേര് ഇല്ലല്ലോ എന്ന് നിങ്ങൾ സംശയിക്കും, അതിന് ഓട്ടോമാറ്റിക്കായിട്ട് വേര് വന്നോളും കേട്ടോ. ഇതിലൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി ഒന്നുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു, അതുപോലത്തെ ഞാൻ നോക്കട്ടെ. ഇത് കണ്ടോ, ഇതിനെ നമ്മളിവിടെ വെച്ചോ കണ്ടിക്കുക. ഇത് മതി, ഇതിങ്ങനെ വെക്കുക. ഇപ്പം കണ്ടോ എൻ്റെ കറ്റാർവാഴയുടെ ഒക്കെ വലിപ്പം നിങ്ങൾ കണ്ടോ. കറ്റാർവാഴ പിടിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയുന്നതാണ്. നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ, വല്ലപ്പോഴും എന്നും വെള്ളമൊന്നും ഒഴിക്കണ്ട, വല്ലപ്പോഴും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ നല്ല ആനെ തിളയ്ക്കാവുന്ന കറ്റാർവാഴ നമുക്ക് കിട്ടും. ഇതൊന്നും ഒരു ടെൻഷനും നിങ്ങൾക്ക് ആർക്കും വേണ്ട. എൻ്റെ കൂടെ കൂടി ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% സക്സസ് ആയിരിക്കും. ശരിയല്ലേ? പല കാര്യങ്ങളും നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം. അപ്പം ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആർസി ഗാർഡൻ എന്ന ഫാമിലിയിൽ ഒരു അംഗമാകാൻ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പം നമുക്കതിന് വേണ്ടത് ഇതുപോലത്തെ ഒരു ബേസിനാണ്. ഇച്ചിരി വലിയ അത് ചട്ടിക്കകത്തൊക്കെ അലവര വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് വളർന്ന് തിങ്ങിയിട്ട് പിന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ നിൽക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് ഞാൻ ഹോളൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് മെറ്റൽ ആണ്, ചിപ്സ്. നമുക്ക് അതിൻ്റെ അടിയിലേക്ക് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ മെറ്റൽ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നെ കാണുന്നില്ലായിരിക്കും, എന്നെ കാണുന്നതല്ലല്ലോ വലിയ കാര്യം, നമുക്ക് ഒരു നമ്മുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതല്ലേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ചിരട്ടയാണ്. ചിരട്ട നമ്മളിങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക. കാണാമല്ലോ അല്ലേ? ഇത് അബദ്ധം പറ്റി കേട്ടോ. ഉച്ചയ്ക്ക് ഞാനൊരു വീഡിയോ എടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ. പക്ഷെ അന്നേരം അതിനകത്ത് ഇത് പോട്ട് ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞ് പോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാണരുതോ അല്ലേ? ചേട്ടാ ഞാനിങ്ങനെ കമത്തി വെച്ചു, കണ്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തെർമോക്കോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തെർമോക്കോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മണ്ണ് കട്ടിയാവരുത്. നമ്മുടെ മണ്ണ് കട്ടിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ഓടുകയില്ല. അപ്പം ഈ ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് ഇളക്കം തിരക്കിടത്തോളും. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. കുറച്ച് മണ്ണിട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കരിയില, ഇതിങ്ങനെ നട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഇളക്കം കിട്ടും ഈ നമ്മുടെ ചെടിക്ക്. വീണ്ടും നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കിടുന്നത് ചാണകമാണ് കേട്ടോ. ഒരു പാട്ട ചാണകം, ഒരു പാട്ടയെന്ന് പറഞ്ഞാൽ ഒരു പാത്രം. ഇപ്പം നമ്മൾ മെറ്റിൽ കൊണ്ടുവന്നില്ലേ, ഇതിനൊരു പകുതി ചാണകപ്പൊടിയാണ് കേട്ടോ. പച്ച ചാണകമല്ല, ഉണങ്ങിയ ചാണകം.
ഇത് ഇത്ര ഞാൻ എടുക്കുന്നുണ്ടേ, ഉണ്ടല്ലോ. അത് നമ്മളൊരു ലെയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലുപൊടി കുറച്ചിട്ട് കൊടുക്കുക. എന്നൊന്നും അളവില്ല കേട്ടോ, ഇവിടെ ഇച്ചിരി കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ വേറൊരു സാധനം ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ മുട്ടയില്ലേ, മുട്ട തോട് പൊട്ടിച്ച് വെയിലത്ത് വെച്ച് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അതിന്റെ പൗഡറാണ് കേട്ടോ. അതും കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് മുട്ടത്തോട് നന്നായിട്ട് കഴുകുക, എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക, എന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. നല്ല ഫെർട്ടിലൈസറാണ്, കാൽസ്യം നന്നായിട്ട് കിട്ടും. അത് ഒരു കട്ടയായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ ഇതിന്റെ നടുവിലേക്ക് നമ്മുടെ ഈ അലോവേര വെച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഈ കരിയിലൊക്കെ ഒന്ന് ചീഞ്ഞ് കഴിയുമ്പോൾ ഒതുങ്ങി കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം. പിന്നെ ഒത്തിരി താത്ത് വെക്കരുത് നമ്മുടെ അലോവേരയുടെ ചോട് കേട്ടോ, ഇച്ചിരി പൊങ്ങി നിൽക്കണം. ഇനി അവിടെ നിന്ന് ഇത് നല്ല അടിപൊളിയായിട്ട് കയറി വന്നോളും. നിസാരമാണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആലോവേരയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർക്കിഡ് എല്ലാ ചെടികളും വളർത്തുന്നവർക്ക് ആലോവേരയും അത്യാവശ്യമായ ഒരു സാധനമാണ്, നല്ലൊരു ഫെർട്ടിലൈസറാണത്. ആയുർവേദത്തിലും ഒക്കെ ആലോവേര ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്ക്. നമ്മളൊരു സീരിയസ് ആയിട്ട് ഇത് ചെയ്യാം. ഇതിന് വളമിട്ട് കൊടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഞാൻ തുടക്കം ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് കണ്ടു, ആവശ്യക്കാർ ഒരു 5 പേരെ ഉള്ളെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തു തരാം. ഒരാളും കാണാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനിത് വെറുതെ മെനക്കെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ കൂടെ അറിയിക്കുക. ഇതിന്റെ ബാക്കി ഇതിന്റെ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരും. നമുക്ക് എല്ലാ വീട്ടിലും അലോവേര വളർത്തിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്.